ഞാനും സുഹൃത്ത് മൈക്കിളും ചുമ്മാ രാവിലെ കറങ്ങാൻ ഇറങ്ങിയായിരുന്നു. കറങ്ങാൻ മാത്രമല്ല, കുറച്ച് പെട്രോൾ അടിക്കാൻ പോവുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഒരു നായക്കുഞ്ഞൻ്റെ തലയിൽ ഒരു ബക്കറ്റ് കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ നായക്കുഞ്ഞന് നടക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഊരൊക്കെ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ വലിഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇവൻ്റെ ഓരോ നടത്തം ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്നു കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇവനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവൻ വയ്യെങ്കിലും റോഡിൻ്റെ നടുവിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഇവൻ ഏതോ ഒരു ഭാഗ്യത്തിനാണ് ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരുന്നത്. ഞങ്ങൾക്ക് ഇവനോട് ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ തോന്നിയില്ല. കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ വേണേലും ഇവൻ്റെ അവസാനം സംഭവിച്ചേക്കാം. ഇവനൊരു പേടിയും കൂടാതെയാണ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ വയ്യാണ്ട് നടക്കുന്നത്. ഇവൻ ഞങ്ങളെ കാണുമ്പോൾ ഓടി അകലുകയാണ്. നേരത്തെ ബക്കറ്റ് എടുത്ത് മാറ്റാൻ ചെന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നമ്മുടെ കൂട്ടത്തിലുള്ളവർ മുമ്പ് എന്തെങ്കിലും ഇവനെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവൻ മനുഷ്യരെ കാണുമ്പോൾ ഓടി അകലുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഇവനെ നിർത്താനോ ഇവൻ്റെ ഓട്ടം നിർത്താനോ ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ ഒരുപാട് ദൂരം ഇവൻ്റെ പിന്നാലെ തന്നെ നടന്നു കേട്ടോ. ഇവൻ റോഡിലേക്ക് കയറുന്നതൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കി. ഒരുപാട് ശ്രമിച്ചിട്ട് ഇവനെ റോഡിൽ നിന്ന് മാറ്റാൻ ഞങ്ങളെ കൊണ്ടായില്ല. ഇവൻ ഒരിക്കലും നിൽക്കാനോ ഞങ്ങളുടെ ശ്രദ്ധിക്കാനോ ഒന്നും റെഡിയും ആയിരുന്നില്ല. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ആകെ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവൻ്റെ ആരോഗ്യം വളരെയധികം ശോഷിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വാരിയെല്ലുകളും നീലിച്ച് കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇവൻ്റെ നടത്തം തന്നെയായിരുന്നു ഇവൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു നായ്ക്ക് എത്രത്തോളം ഇര തേടാനാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണല്ലോ. നമുക്ക് ഇവനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഓടുന്ന മനുഷ്യരെ കണ്ടാൽ പേടിച്ചോടുന്ന ഒരു നായെ നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എത്ര ആലോചിച്ചിട്ടും നമുക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നെ ഇവൻ റോഡിന്റെ നടുവിലൂടെ തന്നെയാണ് പോകുന്നത്. ഈ ഒരു വണ്ടി ഇവനെ ജസ്റ്റ് തട്ടണ്ടായിരുന്നു. ഏതോ ഒരു ഭാഗ്യത്തിന് ദൈവകൃപ കൊണ്ട് മാത്രമാണ് ഇവ ഓരോ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു പോരുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവനെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കണം എന്നാണ്. പക്ഷെ ഇവനെ മെരുക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. നമ്മളിതിനു മുമ്പ് ഇവന് ബിസ്ക്കറ്റെല്ലാം വാങ്ങി കൊടുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അവൻ ഓടുകയാണ് ചെയ്തത്. ആ ബിസ്ക്കറ്റ് ആ വയൽ കിടന്ന് കേടുവന്നല്ലാണ്ട് അവനൊരിക്കലും അത് എടുക്കാനോ കഴിക്കാനോ തയ്യാറായില്ല. നമ്മൾ ഈ ബൈക്കുമായിട്ട് ഇവൻ്റെ പിന്നാലെ പോകാനുള്ള പ്രധാന കാരണം ഇവനെ റോഡിലേന്ന് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവ എത്ര ശ്രമിച്ചിട്ടും ഈ റോഡിലേന്ന് വരാൻ തയ്യാറായിരുന്നില്ല.
ഞങ്ങൾ അവനെ ബൈക്കിൻ്റെ പിന്നിൽ കയറ്റി കൊണ്ടുവരാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇവൻ നിന്ന് തരാത്തതും നമ്മളോട് ഇണങ്ങാത്ത കാരണം നമുക്ക് ആ വഴി അവനെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ബോക്സിലിട്ട് അവനെ കൊണ്ടുവരാമെന്ന്. ഞങ്ങൾ ആ വഴി ഒരുപാട് നോക്കി നടന്നെങ്കിലും നമുക്കത് കണ്ടെത്താനായില്ല. പിന്നെ ഒരു കടേൻ്റെ തിണ്ണേന്നാണ് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടിയത്. നമ്മൾ ആ കടക്കാരനോട് പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് അത് എടുത്തുകൊണ്ട് വന്നത്. ഞങ്ങൾ ആദ്യം നിവർത്തി നോക്കി, കാരണം നമ്മുടെ നായക്കുഞ്ഞിനെ അത് കൊള്ളിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നിവർത്തി നോക്കുന്നത്. വളരെ ചെറിയ ബോക്സ് തന്നെയായിരുന്നു. പക്ഷെ നിവർത്തി നോക്കിയപ്പോൾ നമ്മുടെ നായക്കുഞ്ഞിന് ധാരാളം അത് തന്നെ മതിയായിരുന്നു. കാരണം അവൻ വളരെ ചെറുതും മെലിഞ്ഞതും ആയത് കാരണം ഈ ബോക്സ് തന്നെ മതിയായിരുന്നു. ഞങ്ങളവനെ പതുക്കെ പിടിച്ച് കിടത്തിയിട്ടോ. കിടത്തിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അവൻ്റെ കാലും കൈയെല്ലാം കെട്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. കൈയും കാലും മാത്രമല്ല കേട്ടോ, അവൻ നല്ല കടിയായിരുന്നു. ആ കടി ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ വായ നമുക്ക് കെട്ടേണ്ടി വന്നു. വായ നമ്മളെ മൂക്കെല്ലാം ശ്വാസം കിട്ടാൻ പാകത്തിനാണ് കെട്ടിയത്. അങ്ങനെ വായും കൈയും കാലും എല്ലാം കെട്ടി ബോക്സിലാക്കിയിട്ടാണ് നമ്മളവനെ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളതിൻ്റെ എല്ലാ വിഷ്വൽസും പകർത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മളവനെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതെല്ലാം എനിമൽ ഹരാസ്മെൻറ്റിൻ്റെ പേരിൽ വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തതെങ്കിലും അത് കാണിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഭാഗമാണ് ഇങ്ങനെ ബ്ലർ ചെയ്തിട്ടുള്ളത്. നമ്മളിവനെ ഈ ബോക്സിലാക്കി നേരെ കൊണ്ടുവന്നിട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരു മൃഗാശുപത്രിയിലേക്കാണ് അവനെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. പോകുന്ന വഴി നമുക്കൊരു ചെറിയൊരു പണി കിട്ടി. നമ്മുടെ വണ്ടി പെട്ടെന്ന് നിന്ന് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. ആ വഴി വന്നൊരു ചെറുപ്പക്കാരൻ നമുക്ക് പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് തന്നു. അതന്നെ വലിയൊരു ഉപകാരമായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ പെട്രോളെല്ലാം നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം പുതിയ പെട്രോൾ ഒഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരാൻ പോകുന്നത്. ശരിക്കും ഈ പയ്യനെ നമുക്ക് അറിയാനുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന വഴി നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുന്നത് കണ്ടപ്പോഴാണ് അവൻ നമ്മളെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനോട് ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ തോന്നിയിട്ടോ. ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ പലപ്പോഴും പരിചയപ്പെടാറുണ്ട്. നമ്മൾ കുടുങ്ങുമ്പോൾ നമുക്ക് ദൈവം പോലെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് നമ്മളെ സഹായിക്കും. ഏതായാലും ഇവനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഇവനും നല്ല സന്തോഷമായിട്ടോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇവനോട് പറഞ്ഞപ്പോൾ ഇവനും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ വണ്ടിയെല്ലാം റെഡിയാക്കി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള മൃഗാശുപത്രിയിലേക്കായിരുന്നു. കാരണം നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി വീക്കാണല്ലോ, ചിലപ്പോൾ വിര ഒക്കെ ഓവറായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ബുദ്ധിമുട്ടായേക്കണേ ആവാം. അപ്പോൾ ആദ്യം തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ട് വിരമരുന്ന് കൊടുക്കുക. ഒരു 3-4 ദിവസത്തേക്ക് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. അത് പയ്യെ ക്ലിയർ ആയി വരുള്ളൂ. എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ കല്ലറട്ടിക്കൽ ആശുപത്രി 12 മണി വരെ ഉണ്ട്. 12 മണിക്ക് മുന്നേ നിങ്ങൾ വന്നാലും മതി. ഞാൻ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എഴുതി തരാം. പിന്നെ കുറച്ച് ടോണിക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അതിന് ശേഷം ഡിവേം ചെയ്തതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ആൻറ്റി റേബീസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാ വർഷത്തിലും റിപ്പീറ്റ് ചെയ്ത് പോയാൽ ബൂസ്റ്റർ ഡോസ് നിർബന്ധമായിട്ട് എടുക്കണം 1 മാസം കഴിയുമ്പോൾ കേട്ടോ. 29 ദിവസം കഴിഞ്ഞിട്ട് അതാ ചെയ്യാനുള്ളൂ. പേ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കത് ആദ്യം ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. പേ വന്നാൽ തന്നെ പെട്ടെന്ന് ഡെത്ത് ആവും. ഇതിപ്പോൾ കണ്ടീഷൻ അത് പേയിൻ്റെ ഒന്നുമല്ല, വേറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ റെഡിയായി പോരാം. പിന്നെ ആ ബോണിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ആ നെർവിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇനി ഞരമ്പുണ്ടല്ലോ, ഞരമ്പിനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. ഒക്കെ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വന്നേക്കണേ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഈ ഫാർമസിയിലേക്കായിരുന്നു. ഈ ഫാർമസിയിലത്തെ ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ നമുക്ക് 2 ഷാമ്പു എടുത്തു തന്നു കേട്ടോ. നമ്മളതിൻ്റെ ദേഹത്ത് ഒരുപാട് ചെള്ളും പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ കുളിപ്പിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഫാർമസിയിലെ ആളോട് സംസാരിച്ച് നമ്മൾ ആദ്യം ഷാമ്പു എല്ലാം നോക്കിട്ടോ. ഷാമ്പു നോക്കുന്നതിൻ്റെ ഇടയിൽ ആൾ വേറൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ ആ പ്രൊഡക്റ്റ് തേച്ചാൽ അതിൻ്റെ ദേഹത്തിലെ എല്ലാ ഫംഗസും ഇൻഫെക്ഷൻ എല്ലാം പോകുമെന്ന് പറഞ്ഞ ആൾ നമുക്കത് പരിചയപ്പെടുത്തി തന്നു. ചെറിയ കുഞ്ഞായത് കാരണം അതിനെ കുളിപ്പിക്കുക തന്നെയായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ ഷാമ്പു വാങ്ങിയിട്ട് അവിടെ നേരെ പോകുന്നു കേട്ടോ. നേരെ പോകുന്നു നമ്മൾ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയിലൊരു പലചരക്ക് കടയിൽ കയറി. അവിടെ നിന്ന് ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോക്സിലുള്ള നായക്കുഞ്ഞിന് ഇപ്പം നല്ല വിശക്കുന്നുണ്ടാവും. കുറച്ച് നേരമായിട്ട് അവൻ ബോക്സിൽ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ആ കടക്കാരനോട് യാത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ബിസ്ക്കറ്റ് കഴിക്കുമോ നമുക്കൊരു ഉറപ്പില്ല കേട്ടോ. മുമ്പ് ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ അവൻ കഴിക്കാൻ കൂട്ടാക്കിയിരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഏതായാലും കഴിക്കോ ഇല്ലേ നോക്കാതെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. നമ്മളിവനെ നല്ലോണം കുളിപ്പിച്ചതിന് ശേഷമാണ് കയറിൻ്റെ കെട്ടയച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ അവൻ നേരെ വെള്ളത്തിലേക്ക് ചാടി. വെള്ളത്തിൽ അവൻ ഒഴുകി നടക്കുമായിരുന്നു. കാരണം അവൻ്റെ മേലുള്ള ഇൻഫെക്ഷനും ഈ ചൊറിച്ചിലെല്ലാം പോയപ്പം തന്നെ അവൻ ഒരുപാട് കൂളായി. അതുകൊണ്ട് തന്നെ ഇവൻ വെള്ളത്തിൽ നിന്ന് കയറാൻ നല്ല മടി കാണിച്ചു. പക്ഷെ അവൻ എത്ര വയ്യെങ്കിലും അവൻ നന്നായിട്ട് നീന്തി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവൻ നീന്തിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അതിനുശേഷമാണ് നമ്മൾ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കരയിലേക്ക് എടുത്തു വെച്ചത്. കരയിലേക്ക് എടുത്തു വെച്ചപ്പോൾ അവന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവൻ്റെ പഴയ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഈ നടത്തത്തിൽ നമ്മൾ കണ്ടു.
ഇവൻ്റെ ബാക്ക് ഭാഗത്ത് നല്ല പരിക്കുണ്ട്. അതുകൊണ്ടാണ് ഇവന് ശരിക്കും നടക്കാൻ പറ്റാത്തത്. അവൻ വലിഞ്ഞ് നടന്ന് ഒരുപാട് വീണിട്ടൊക്കെയാണ് അവൻ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവൻ ഒരു കുഴിയിലേക്ക് തള്ളി വീണു. അവൻ ആ കുഴിയിൽ നിന്ന് ഒറ്റയ്ക്ക് കയറി വരാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ ആ കുഴിയിൽ നിന്ന് ഉയർത്തിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നീട് നമ്മൾ അവനെ നടക്കാൻ അനുവദിച്ചില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ടാണ് അവനെ കൊണ്ടുവന്നത്. നമ്മൾ കൊണ്ടുവരുമ്പോൾ അവൻ നല്ല കടിയാണെങ്കിലും ഇപ്പം അവന് കടിക്കുന്നൊന്നുമില്ല. ഇപ്പം അവൻ സൈലൻ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഏതായാലും നമ്മളവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും അവൻ അടങ്ങി വെക്കാൻ നല്ല മടിയായിരുന്നു. നമ്മൾ പിന്നെ അധികം അവൻ്റെ അടുത്തേക്ക് പോയില്ല കേട്ടോ. കാരണം മനുഷ്യന്മാരെ കാണുമ്പോൾ അവന് നല്ല ഭയമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഓടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകാത്തത്. അവൻ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് കറങ്ങി നടന്നു. ഏതായാലും ഇപ്പം നമുക്കൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അവൻ ഇപ്പോഴും നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. ആ റോഡ് സൈഡിലാണെങ്കിൽ എപ്പോഴോ വണ്ടി തട്ടി മരിക്കുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നായക്കുഞ്ഞൻ്റെ വിശേഷം. ഏതായാലും കുറച്ച് കാലം അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അവൻ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ അവൻ്റെ ബാക്കി വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.